എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 55, 56, 57 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ, ശ്രീകൃഷ്ണനും കോസല രാജകുമാരിയായിട്ടുള്ള സത്യയും തമ്മിലുള്ള വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ രാജാവ് തന്നെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നമുക്ക് ബാക്കി എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാം. ആദ്യം 55ാമത്തെ ശ്ലോകം നോക്കാം. സഖീജനേന സത്യായ ഛേകാലാപവിദാസഃ സതസ്മിൻ സല്ലപൻ കൃഷ്ണോ നാജാനാദ്ഗച്ഛതക്ഷണാൻ. പദച്ഛേദം പറയാം. സഖീജനേന സത്യായാഹ ഛേകാലാപവിദാ സഹ സ തസ്മിൻ സല്ലപൻ കൃഷ്ണ ന അജാനാത് ഗച്ഛത ക്ഷണാൻ. സ കൃഷ്ണ, ആ ശ്രീകൃഷ്ണനാകട്ടെ കൊട്ടാരത്തിലെ യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരാണ്. മുൻപരിചയങ്ങളൊന്നുമില്ല, മുമ്പ് വന്നിട്ടുമില്ല. അങ്ങനെയുള്ളൊരു കൊട്ടാരത്തിൽ കഴിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ള ആശങ്ക, ആ ആശങ്ക മാറ്റാൻ വേണ്ടിയിട്ട് കവി പറയുകയാണ്. തസ്മിൻ, ആ കൊട്ടാരത്തിൽ, അവിടെ ആരാ ഉണ്ടായിരുന്നത് ശ്രീകൃഷ്ണൻ്റെ ഒപ്പം? സത്യായാഹ ഛേകാലാപവിദ സഖീജനേന സഹ. സത്യയുടെ കൂട്ടുകാരെന്നുള്ളത് കൊണ്ട് സ്ത്രീകളെന്നും പുരുഷന്മാരെന്നൊന്നും വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. 2 തരത്തിലുള്ള ആൾക്കാരുണ്ടാവണം. സത്യയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരെന്ന് പറയുന്നത് ചേടിമാരെ, തോഴിമാരാവാം. അവരുടെ കൂടെ നിൽക്കുന്ന വിദൂഷകനെ പോലെയുള്ളവരെ, മറ്റ് ഭടന്മാർ, അവരൊക്കെ ഉണ്ടാവും. അവരുടെയൊക്കെ ഒരു സമ്പ്രദായത്തിനെ പറ്റി കവി പറയാണ്. ഛേക ആലാപ വിത്തുക്കളാണ്. ഛേകം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട്, സുന്ദരമായിട്ട്, വിദഗ്ധമായിട്ടുള്ള രീതിയിൽ ആലാപനം ചെയ്യാൻ അറിയുന്നവർ. ആലാപനം ചെയ്യാന്ന് വെച്ചാൽ വർത്തമാനം പറയാം. നല്ല രസകരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക, രസികന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ സത്യയുടെ കൂട്ടുകാരൊക്കെ തന്നെ. അതാണ് ഛേക ആലാപവിദ സഖീജനേന. അങ്ങനെ ഒരാളെ പുറമേ നിന്നുള്ള ഒരാൾ വരുമ്പോൾ ആ ആളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവർക്കൊരു വിഷമം ഉണ്ടാവരുത്, അവർക്കൊരു പരിചയക്കേടും ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളിലും വേണ്ടതിലധികം ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവരെ വളരെ കംഫർട്ടാക്കി കൊണ്ട് നടക്കുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആ സഖീജനങ്ങളോട് കൂടിയിട്ട്, അതാണ് ഛേകാലാപവിദ സഖീജനേന. ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ളവരെല്ലാവരും പുതിയ ആൾക്കാരാണ്, സ്ഥലവും പുതിയതാണ്. അപ്പോൾ അവിടെ ഒരു സങ്കോചം ഒട്ടും ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കൂട്ടുകാരെ അവിടേക്ക് നിയോഗിച്ചത് രാജാവ്. അവരോട് കൂടിയിട്ട് വർത്തമാനം പറഞ്ഞ് കളിച്ച് ചിരിച്ച് അങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണ് ശ്രീകൃഷ്ണൻ ചെയ്തത്. അതാണ് സഖീജനേന സഹ സല്ലപൻ. അവരുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കളിച്ച് ഉല്ലസിച്ച് ഉദ്യാനത്തിൽ പോയി വർത്തമാനം പറഞ്ഞ് അങ്ങനെ നടന്ന ആ ശ്രീകൃഷ്ണന് ഭഗവാൻ എന്താ ഉണ്ടായത്? ഗച്ഛതക്ഷണാൻ നാജാനത്. കഴിഞ്ഞു പോണ സമയത്തിനെ പറ്റിയിട്ട് ഗച്ഛതക്ഷണാൻ, ഓരോ നിമിഷവും എത്ര പെട്ടെന്നാണ് കടന്നു പോയത്. ഈ നമുക്ക് മടുപ്പുണ്ടാവണത്, ബോറടിയാണ് ഉണ്ടാവണതെന്ന് വെച്ചാൽ കടന്നു പോകുന്ന ഓരോ നിമിഷവും നമ്മൾ തിരിച്ചറിയും. അയ്യോ കഴിഞ്ഞില്ലല്ലോ, ഇനിയും ഉണ്ടല്ലോ ഇത്രയും ദിവസം, എന്തൊരു മടുപ്പാണ് എന്നുള്ള രീതിയിൽ തോന്നിപ്പോവും. എന്നാൽ സമയം കടന്നു പോണത് അറിയാത്തത്, അത് യാതൊരു മടുപ്പുമില്ലാത്ത സ്ഥലത്താണ്. ഏറ്റവും സന്തോഷവും ഏറ്റവും ആനന്ദകരവുമായിട്ടുള്ള നിമിഷങ്ങൾ പെട്ടെന്ന് കടന്നു പോകുന്നതായിട്ട് തോന്നുന്നത്, അത് നമ്മൾ ഏറ്റവും അധികം അതിൽ മുഴുകിയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ മറ്റൊന്നും അറിയില്ല, സമയത്തിനെ പറ്റിയിട്ടോ ദേശത്തെ പറ്റിയിട്ടോ ഒന്നും നമ്മൾ ഓർക്കില്ല. അതുകൊണ്ട് ഈ സഖിമാരുമായിട്ട് ഒന്നിച്ചിരിക്കുന്ന സമയം കടന്നു പോയത് തന്നെ ശ്രീകൃഷ്ണൻ അറിഞ്ഞില്ല. സമയം പോയത്, ദിവസങ്ങൾ കടന്നു പോയത് ശൗരിക്ക് ഒട്ടും മനസ്സിലായില്ല എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് 56ാമത്തെ ശ്ലോകം നോക്കാം. ഭ്രമധ്വജ സമാകീർണ ജ്വലത്കാഞ്ചനതോരണ ഭൂഷിത പ്രമദാലോക ചകാശേ നഗരീചിരം. ഇതിൽ മിക്ക പദങ്ങളും സമസ്ത പദങ്ങളാണ്. ഇതിൽ പദച്ഛേദം ചെയ്യാനൊന്നുമില്ല, എങ്കിലും പദപരിചയം നടത്താം. ഭ്രമധ്വജ സമാകീർണ ജ്വലത് തോരണ ഭൂഷിത പ്രമദാലോക ചകാശേ നഗരീ ചിരം. ഈ നഗരിയെ പറ്റിയിട്ടുള്ള 3 വിശേഷണങ്ങളാണ് ആദ്യത്തെ 3 വാക്കുകൾ. ഭ്രമധ്വജ സമാകീർണ എന്നുള്ളതും ജ്വലത് തോരണ എന്നതും
ഭൂഷിത പ്രമദാലോക എന്നുള്ളതും. ഇതിൻ്റെയൊക്കെ അർത്ഥം പറയാം. നഗരി ചകാശേ ചിരം ചകാശേ. നഗരി എന്ന് പറഞ്ഞാൽ കോസല രാജ്യം. ആ കോസല രാജ്യം ചിരം വളരെ അധികം വളരെ ഭംഗിയായിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ശോഭിച്ചു കൊണ്ടിരിക്കുകയാണ്. ചകാശേ ബഹുകാലം. ചിരം എന്നുള്ളത് കൊണ്ട് ഇത്രയും ദിവസം എന്നാണോ ദിവസം കുറിച്ചത്, എന്നാണോ നാൾ കുറിച്ചത് വിവാഹത്തിന്, അന്നു മുതൽ ആ നഗരത്തിൽ മുഴുവനും പലതരത്തിലുള്ള അലങ്കാരങ്ങളാണ്. അങ്ങനെ നഗരി ശോഭിച്ചു എന്നാണ് പറയണത്. എന്തൊക്കെയായിരുന്നു അവിടുത്തെ അലങ്കാരങ്ങൾ എന്നുള്ളത് 3 വാക്കുകൾ. ഭ്രമധ്വജ സമാകീർണ. ഭ്രമദ് എന്ന് പറഞ്ഞാൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന, കാറ്റ് ഏൽക്കുമ്പോൾ ഇങ്ങനെ നന്നായി ഉലഞ്ഞ് ആഞ്ഞ് ചലിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള കൊടിതോരണങ്ങളോട് കൂടിയ അങ്ങനെയുള്ള നഗരി. അതായത് ഏറ്റവും അധികം സന്തോഷവും ആഹ്ലാദമൊക്കെ ഉണ്ടാവുമ്പോൾ രാജ്യത്ത് ധാരാളം കൊടിക്കൂറകൾ നാട്ടുക എന്നുള്ളത് അതൊരു അലങ്കാരമായിട്ടാണ് കരുതുന്നത്. എല്ലാ ഭാഗത്തും എന്നുള്ളതിനേക്കാളും കൊട്ടാരത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ ധാരാളമായിട്ട് കൊടിക്കൂറകൾ നാട്ടും. ആ കൊടിക്കൂറകൾക്ക് നല്ല ഉയരമുണ്ടാവും. കാറ്റ് വരുമ്പോൾ അതിങ്ങനെ ഉലഞ്ഞ്, കാറ്റത്തിങ്ങനെ ഉലഞ്ഞ് നല്ല പലതരത്തിലുള്ള വർണ്ണങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ട് നല്ല ഭംഗി, ദൂരെ നിന്ന് തന്നെ ഈ കാഴ്ച കാണാവുന്ന രീതിയിൽ അതൊരു അലങ്കാരമായിട്ട് കൊടിനാട്ടൽ ചെയ്യാറുണ്ട്. അതാണ് ഭ്രമധ്വജ സമാകീർണ. നിറച്ച് കൊടിതോരണങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള നഗരി. പിന്നെ എങ്ങനെയുള്ളതാണ്? ജ്വലത് കാഞ്ചനതോരണ. മറ്റു ചില അലങ്കാരങ്ങളെന്ന് പറയുന്നത് കാഞ്ചനം കൊണ്ട്. കാഞ്ചനം സ്വർണ്ണമാണ്. സ്വർണം കൊണ്ടോ അല്ലെങ്കിൽ സ്വർണ്ണ നിറമുള്ളതായിട്ടുള്ള മാലകൾ, പൂമാലകളുണ്ടാവാം, മുത്തുമാലകളുണ്ടാവാം, അങ്ങനെയുള്ള പലതുകൊണ്ടും അലങ്കരിക്കപ്പെട്ടത്. അങ്ങനെ പല വസ്ത്രങ്ങളെ കൊണ്ടുള്ള അലങ്കാരങ്ങൾ, സ്വർണ്ണ വർണ്ണങ്ങളുള്ള വസ്ത്രങ്ങളാൽ പലതരത്തിലുള്ള അലങ്കാരങ്ങൾ ഒക്കെ അങ്ങനെയുള്ള മണ്ഡപങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കൊട്ടാരത്തിൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ മുഴുവനും ഇത്തരത്തിലുള്ള നല്ല സ്വർണ്ണ നിറമുള്ള, എവിടെ നിന്ന് നോക്കിയാലും ആ ശോഭ കാണാവുന്ന രീതിയിൽ അങ്ങനെ കൊടിതോരണങ്ങൾ. ആദ്യം പറഞ്ഞു കൊടികളെ പറ്റിയിട്ട്, ഇപ്പോൾ തോരണങ്ങളെ പറ്റിയിട്ടും പറഞ്ഞു. ഇനി ഇതൊന്നും പോരാതെ വേറെ ഒരു അലങ്കാരം കൂടി ആ നഗരത്തിനുണ്ടായിരുന്നു. അതാണ് കവി പറയണത് ഭൂഷിത പ്രമദാലോക. ഭൂഷിതകൾ എന്ന് പറഞ്ഞാൽ ധാരാളം ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളവരായ സ്ത്രീകൾ. പ്രമദകൾ എന്ന് പറഞ്ഞാൽ നല്ല മിടുക്കികളായിട്ടുള്ള സുന്ദരികളാണ് എന്ന് ബോധ്യമുള്ളതായിട്ടുള്ള സ്ത്രീകൾ, അവരെയാണ് പ്രമദകൾ എന്ന് പറയുന്നത്. ആ പ്രമദകളോടുകൂടിയ, അതായത് എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ, ഒരു ഉത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ അലങ്കാരങ്ങൾ അണിയണതൊക്കെ സ്ത്രീകളാണ്. അപ്പോൾ രാജകുമാരിയുടെ വിവാഹം ഉണ്ടെന്ന് കേട്ടപ്പോഴേക്കും എത്രയോ ദിവസം മുമ്പ് തന്നെ അലങ്കാരങ്ങളൊക്കെ അണിഞ്ഞ് നടക്കാൻ തുടങ്ങി സ്ത്രീകളും പെൺകുട്ടികളും കുട്ടികളും ഒക്കെ. അതാണ് ഭൂഷിത പ്രമദാലോക. സ്ത്രീജനങ്ങളൊക്കെ തന്നെ ധാരാളം ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് അങ്ങനെ ആ നഗരത്തിന് വലിയൊരു അലങ്കാരമായി തീർന്നു. പ്രമദാലോക, സ്ത്രീജനങ്ങളൊക്കെ സുന്ദരികളായിട്ട് നടന്നു. അങ്ങനെ ആ നഗരി മുമ്പത്തേക്കാളും എത്രയോ അധികം ശോഭിച്ചു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് 57ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അർജുന പ്രമുഖേ രാജ്ഞാം ബന്ധൂനാമാഗതേ ഗണേ പഞ്ചമേ ച ദിനേ പ്രാപ്തേ നൃപമൂചേ പുരോഹിത. പദച്ഛേദം പറയാം. അർജുന പ്രമുഖേ രാജ്ഞാം ബന്ധൂനാം ആഗതേ ഗണേ പഞ്ചമേ ച ദിനേ പ്രാപ്തേ നൃപം ഊചേ പുരോഹിത. വളരെ എളുപ്പമുള്ള ശ്ലോകമാണ്. അർത്ഥം പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരെയും ക്ഷണിച്ചു, ഏറ്റവും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിവാഹത്തിന് ക്ഷണിച്ചു കോസലാധിപതി എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ ദിവസമുണ്ട്, ഒരു 3-4 ദിവസം ഉണ്ടല്ലോ. 5 ദിവസത്തിൻ്റെ ഉള്ളിലാണ് എല്ലാ ക്ഷണങ്ങളും കഴിഞ്ഞത്. 5ാമത്തെ ദിവസമായപ്പോഴേക്കും അർജുന പ്രമുഖേ ബന്ധൂനാം രാജ്ഞാം ഗണേ ആഗതേ. അർജുനൻ മുതലായിട്ടുള്ള ബന്ധുക്കളുടെ സമൂഹം കോസലത്തിലേക്ക് വന്നപ്പോൾ, സതിസപ്തമി. അർജുനൻ എന്ന് പറഞ്ഞാൽ മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ തന്നെ. അർജുനൻ സത്യയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കാളകളെ പിടിച്ചു കെട്ടി വിവാഹം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴേക്കും ശ്രീകൃഷ്ണൻ ആ കാളകളെ പിടിച്ചു കെട്ടുകയും സത്യയെ വിവാഹം കഴിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് പിന്നെ അർജുനൻ അതിനായിട്ട് പുറപ്പെട്ടില്ല.
എന്നാലും വേളി കൂടാലോ, അതിൻ്റെ ഉത്സവമൊക്കെ ആഘോഷിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അർജുനൻ മുതലായിട്ടുള്ള സകല രാജാക്കന്മാരും കോസലത്തിലേക്ക് 5-ാമത്തെ ദിവസമായപ്പോഴേക്കും എത്തിച്ചേർന്നു. അതാണ് അർജുന പ്രമുഖേ ബന്ധൂനാം രാജ്ഞാം, ബന്ധുക്കളായിട്ടുള്ള രാജാക്കന്മാരുടെ ഗണം സമൂഹം ആഗതേ വന്നപ്പോൾ 5-ാമത്തെ ദിവസം വന്നു ചേർന്നു. അതായത് ഈ 5-ാമത്തെ ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും ക്ഷണിക്കപ്പെട്ട എല്ലാ രാജാക്കന്മാരും വന്നു ചേർന്നു. 5-ാമത്തെ ദിവസമായപ്പോൾ എന്താണ് ചെയ്തത്? പഞ്ചമേ ദിനേ ച പ്രാപ്തേ, 5-ാമത്തെ ദിവസമായപ്പോൾ പുരോഹിത, രാജാവിൻ്റെ കോസലാധിപതിയായിട്ടുള്ള നഗ്നജിത്തിൻ്റെ പുരോഹിതൻ നൃപം ഊജേ, രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു, ഇനി വിവാഹത്തിനുള്ള കർമ്മങ്ങൾ, അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. ഒരുക്കങ്ങളെന്ന് പറഞ്ഞാൽ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെയായി, ഇനി വിവാഹം കഴിക്കൽ ആരംഭിക്കാം എന്ന്, വിവാഹം കഴിച്ചു കൊടുക്കാൻ, വേളി കഴിച്ചു കൊടുക്കൽ ആരംഭിക്കാം എന്നുള്ളതാവും പുരോഹിതൻ രാജാവിനോട് പറയണത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം നോക്കാം. ഇന്ന് ഈ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സഖീജനേന സത്യായ ഛേകാലാപവിദാസഃ സതസ്മിൻ സല്ലപൻ കൃഷ്ണോ നാജാനാദ്ഗച്ഛതക്ഷണാൻ ഭ്രമധ്വജസമാകീർണ ജ്വലത്കാഞ്ചനതോരണ ഭൂഷിതപ്രമദാലോക ചകാശേ നഗരീചിരം അർജുന പ്രമുഖേ രാജ്ഞാം ബന്ധൂനാമാഗതേ ഗണേ പഞ്ചമേ ച ദിനേ പ്രാപ്തേ നൃപമൂജേ പുരോഹിത. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത ശ്ലോകത്തിൽ കാണാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.